കേണൽ ഡിന്നി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡിന്നി, ആശങ്കാജനകമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ്. യുദ്ധമെന്നത് സമാധാനത്തിന്റെ പാതയല്ല, യുദ്ധമെന്നത് നാശത്തിന്റെ പാത തന്നെയാണ്. പക്ഷേ രാജ്യസുരക്ഷ വളരെ പ്രധാനമായി വരുമ്പോൾ, നമ്മുടെ ദേശാഭിമാനം വളരെ പ്രധാനമായി വരുമ്പോൾ, അതിന് ഊന്നൽ നൽകേണ്ടി വരുമ്പോൾ യുദ്ധത്തിലേക്ക് പോകേണ്ട സാഹചര്യം ഇതിനു മുൻപും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയും ചെയ്തതാണ്. പക്ഷേ സമാധാനത്തിന്റെ പാതയിലേക്ക് ഇരു രാജ്യങ്ങളും ഒരു സമവായത്തിൽ എത്തുകയും ചെയ്തു. ഇപ്പോഴത്തെ സാഹചര്യം അത് ഇങ്ങനെ തന്നെ നീണ്ടു നിൽക്കും. ഈ സമാധാന കാലം അത് കുറെ കാലം നീണ്ടുപോകും എന്ന് നമുക്കിപ്പോൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കാൻ കഴിയുമോ? അങ്ങനെ തന്നെയാണ് വിശ്വസിക്കാൻ എനിക്കും ആഗ്രഹം. അങ്ങനെ തന്നെ ആവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും. പക്ഷെ കുറച്ച് നാളത്തേക്ക് എന്തായാലും ഡെഫിനറ്റ് ആയിട്ട് ഒരു സമാധാനം കാണും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. കാരണം അത്രമാത്രം നമ്മൾ പാകിസ്ഥാന്റെ സൈന്യത്തിനും പാകിസ്ഥാന്റെ ഉള്ളിൽ നമുക്ക് ധാരാളം അവർക്കൊരു പാഠം, അല്ലെങ്കിൽ അവർക്ക് പല കാര്യങ്ങളിൽ ഒരു വീണ്ടും ഒരു ഓർമ്മ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഓർമ്മ എത്ര ദിവസം നിൽക്കും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും എത്ര നാൾ ഈ സമാധാനം കാണും എന്നുള്ളത്. കാരണം ഭാരതത്തെ സംബന്ധിച്ചോളം ഈ ഭീകരവാദത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പോരാട്ടം അത് നമ്മൾ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുന്നു. അത് ഇന്നലെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു, ഭീകരവാദത്തിന് നമ്മൾ ഇനി യുദ്ധ പ്രഖ്യാപനമായിട്ട് തന്നെ കാണുന്നു. അതായത് ഒരു ആക്ട് ഓഫ് ടെറർ വിൽ ബി സീൻ ആസ് ആൻ ആക്ട് ഓഫ് വാർ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഇനി അടുത്ത ഇങ്ങനത്തെ സിവിലിയൻസ് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലെ തന്നെ, അല്ലെങ്കിൽ അതിലും വലിയ ലെവലിലേക്കുള്ള കാര്യം ചെയ്യും എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ഭയം പാകിസ്ഥാന്റെ ഉള്ളിലുണ്ട്. ആ ഭയം പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആ ലീഡർഷിപ്പിന് അത് അവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു കുറച്ച് നാളത്തേക്കെങ്കിലും സമാധാനം കാണും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, പാകിസ്ഥാൻ സൈന്യം എന്ന് പറഞ്ഞാൽ അവര് പണ്ടത്തെ പോലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സൈന്യമല്ല. ഇപ്പം ഭീകരവാദികൾ ഏതാണ് അല്ലെങ്കിൽ സൈന്യം ഏതാണ് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇന്ന് തന്നെ ആ 0 പോയിന്റ് തന്നെ സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാർ തന്നെ അത് പറയുന്നത് ഞാൻ കേട്ടു. അതായത് അവർ പറയുന്നുണ്ടായിരുന്നു ഫൗജ് മേ വർദി വാലെ ഹി ആതങ്കവാദി എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നവർക്ക് ഞാൻ കേട്ടിരുന്നു. അപ്പൊ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്ന് പാകിസ്ഥാൻ സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരവാദികളുടെ സൈന്യം തന്നെയാണ്. ഭീകരവാദികളെ അവരുടെ അന്ത്യകർമ്മങ്ങൾ നടത്താൻ വേണ്ടി യൂണിഫോം ഇട്ട് സ്റ്റേറ്റ് ഫ്യൂണറൽ പോലെ നടത്തുന്ന ഒരു രാജ്യത്ത് നമുക്ക് ചിലപ്പം അവരെന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു രീതിയിലേക്ക് മാറാം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ തന്നെ ഇരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ഓപ്പറേഷന്റെ ഫലമായിട്ട് കുറച്ച് ദിവസമെങ്കിലും നമുക്ക് സമാധാനം കാണുമെന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. ആ ശുഭാപ്തി വിശ്വാസത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ തന്നെയാണ് പൊതുവിൽ ലോകരാജ്യങ്ങളും നമ്മളും നമ്മുടെ രാജ്യവും സർക്കാരും ഒക്കെ കരുതുന്നതും സമാധാനത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാനാകുമെന്നാണ്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ചില പ്രകോപനങ്ങൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ സമാധാനപരമാണ്. ലൈൻ ഓഫ് കൺട്രോളിൽ ഉൾപ്പെടെ സാഹചര്യം ആയിരിക്കും അടുത്ത നിമിഷം പെരുമാറാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനും പറ്റില്ല. കാരണം മുൻപ് ഈ തരത്തിലുള്ള വെടിനിർത്തൽ കരാർ ലംഘനവും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള രീതികളുമൊക്കെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ തന്നെ 4 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. 4 മണിക്കൂർ പിന്നിടുമ്പോഴാണ് അടുത്ത പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്.